സൈബർ തട്ടിപ്പ് കേസുകൾ വരുമ്പോഴും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. സംസ്ഥാനത്ത് 4 ദിവസത്തിനിടെ 4 കോടിയിലധികം രൂപയാണ് പലർക്കായി നഷ്ടമായത്. വാട്സാപ്പ് വഴി ട്രേഡിംഗ് ലിങ്ക് നൽകിയാണ് ഭൂരിഭാഗം തട്ടിപ്പുകളും. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ജയശങ്കർ, അനവധി തട്ടിപ്പുകളാണ് ദിനവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും ഈ ഷെയർ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഈ ടെലിഗ്രാമും വാട്സാപ്പ് ഗ്രൂപ്പുകളും വഴി ഉണ്ടാക്കിയ ഗ്രൂപ്പുകൾ ചേർന്ന് പണം തട്ടുന്നു. ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതികളെ കുറിച്ച് സൂചനകളൊന്നും കിട്ടുന്നില്ലേ? സുഹേൽ, നവമാധ്യമ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷം സൈബർ തട്ടിപ്പുകളും നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ കണക്ക് പരിശോധിച്ചാൽ സൈബർ പോലീസ് മാത്രം 10 എഫ്ഐആറുകളാണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 4 കോടിയിലധികം രൂപയാണ് വിവിധയിടങ്ങളിൽ നഷ്ടമായത്. തലസ്ഥാനത്ത് മാത്രം ഒരാൾക്ക് 2.5 കോടിയിലധികം നഷ്ടമായി. തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ 3ഉം വയനാട്, പാലക്കാട് ജില്ലകളിൽ 2 എഫ്ഐആറുകളുമാണ് സൈബർ പോലീസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ എണ്ണം ഇനിയും അധികം വരും. പക്ഷേ പോലീസിൽ നിന്ന് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുമ്പോഴും പോലീസ് നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. നടപടിയെടുക്കുന്നുവെന്ന് പോലീസ് പറയുമ്പോഴും ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക, ഈ ഇടനിലക്കാരിലേക്ക് എത്തുമെന്ന് പ്രത്യേകം ഇത്തരം ലോബിയിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല. ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ അല്ലെങ്കിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് വലിയ പരിമിതിയാണ്. പോലീസ് പറയുന്നത് ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന കാര്യം തന്നെയാണ്. ജാഗ്രത പാലിക്കുന്നതിലൂടെ മാത്രമേ ഇത് തടയാനാകൂ. ഇതിൽ വളരെ ഗുരുതരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾ സമ്പാദിക്കുന്നതിനോടൊപ്പം അത് നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ജാഗ്രത അനിവാര്യമാണ്.